അങ്ങനെ ജസ്റ്റിൻ ഇമ്മാനുവൽ എന്ന് പറയുന്ന താരത്തിൻ്റെ കാര്യത്തിൽ ഒഫീഷ്യലി കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. അതായത് ലോണിൽ ഗോകുലത്തിലേക്ക് പോയിരുന്ന താരത്തെ ഒരു റീകോൾ ചെയ്യുന്നൊരു സാഹചര്യം KBFC ഉണ്ടാക്കുന്നു. അതായത് അറിയാം, കോമി പെപ്പറുടെ ഒരു ഇഞ്ചുറി വന്നതാണ്, അതാണ് ഒരു കാരണമായത്. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഒഫീഷ്യൽ കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ISLൻ്റെ ഫസ്റ്റ് ഫേസ് കഴിയുന്ന സമയത്ത് നമുക്കറിയാം പോയിന്റ് ടേബിൾ നമ്മൾ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ 2 പുതിയ വിദേശ താരങ്ങൾ, അതും മുന്നേറ്റത്തിൽ 2 വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു ചേഞ്ച് വരുന്നു. ലൂണയ്ക്ക് പകരക്കാരനായി ഫെഡർ എത്തുന്നു, അതുപോലെ പെപ്രയ്ക്ക് പകരക്കാരനായി ജസ്റ്റിൻ എത്തുന്നു എന്നുള്ളതാണ്. ഇൻ പേപ്പർ ഇതൊരു ബെസ്റ്റ് റീപ്ലേസ്മെൻറ്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നോ എന്നുള്ളത്. പക്ഷേ ഇൻ പേപ്പറിലല്ല, എന്താ പറയുക, ഓൺ ദ ഫീൽഡിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. സോ അവിടെ ഈ പ്ലേയേഴ്സ് ഏത് തരത്തിലുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും നൽകുക എന്നുള്ളതാണ് ഒരു KBFC സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു താരങ്ങളിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം ഫെഡർ ആണെങ്കിലും ജസ്റ്റിൻ ആണെങ്കിലും ബേസിക്കലി ഇവരൊരു വിങ്ങേഴ്സ് ആയിട്ടുള്ള താരങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പം ഡെയ്സുക്കെ സക്കായി എടുത്താലും ഒരു വിങ്ങറാണ്. അങ്ങനെ ഒരു 3 വിദേശ വിങ്ങേഴ്സ് ആണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു താരങ്ങളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പം നമുക്കറിയാം അഡ്രിയാൻ ലൂണ, അദ്ദേഹം ഒരു വേഴ്സറ്റൈലായിട്ട് കളിക്കുന്ന പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തെ മിഡ്ഫീൽഡിൽ ഏത് പൊസിഷനിലും കളിക്കാൻ കഴിയുമായിരുന്നു, വിങ്സിൽ കളിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോൾ, ഈവൻ സെൻറ്റർ ഫോർവേഡ് വരെ ആ റോളിലും ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ ഒരു തരത്തിൽ കളിപ്പിച്ചിരുന്ന പ്ലെയറാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ടുള്ള ഫെഡർ എന്ന് പറയുന്നൊരു താരത്തിലേക്ക് വരുന്നൊരു സമയത്ത് അദ്ദേഹം ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞൊരു വിങ്ങറാണ്. പക്ഷേ പ്രത്യേകിച്ച് ലിത്വേനിയയിൽ കളിക്കുമ്പം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലൊക്കെ നമുക്ക് കളിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലബ് ലെവലിൽ നോക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബോത്ത് വിങ്സിലും അതുപോലെ സംടൈംസ് ഈ പറഞ്ഞ സെക്കൻഡ് സ്ട്രൈക്കർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലൊക്കെ കളിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. ജസ്റ്റിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു വിങ്ങറാണ്. പക്ഷേ ഡൂറൻ കപ്പിൽ KBFC ഉണ്ടായിരുന്ന സമയത്ത് ഇവാൻ അദ്ദേഹത്തെ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലായിരുന്നു കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലോണിൽ ഗോകുലത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങിലേക്കാണ് കളിക്കുന്നത് കാണാൻ സാധിച്ചത്. ഗോകുലത്തിൽ അദ്ദേഹം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിരുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലൊക്കെ ആയിരുന്നു കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ജസ്റ്റിന് ഈ ഒരു പെപ്രയേക്കാൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പെപ്രയുടെ അത്ര ഒരു ഫിസിക്കൽ ഇത് ഇല്ല, ബട്ട് അദ്ദേഹം ബോളിലേക്ക് കൊടുക്കുന്ന ഒരു അഗ്രസീവ്നെസ് ഭയങ്കര ലെവലാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് പാർട്ട്, അദ്ദേഹം ചില പാസസ് ഒക്കെ കൊടുക്കുന്നത്, ആ ഒരു ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടി പെപ്രയേക്കാൾ, ഞാൻ പലപ്പോഴും പെപ്രയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ബോൾ കിട്ടി ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടായിരിക്കും, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റിനെ പലപ്പോഴും മാച്ചസ് ഒക്കെ വീക്ഷിച്ച, എസ്പെഷ്യലി സൂപ്പർ കപ്പിലെ മാച്ചസ് ഒക്കെ ഉൾപ്പെടെ ഗോകുലത്തിൻ്റെ ഒക്കെ വീക്ഷിച്ച സമയത്ത് എനിക്ക് ആ ഒരു കാര്യം തോന്നിയിട്ടുണ്ട്. 2 താരങ്ങളിൽ ആരെ ആയിരിക്കും കളിപ്പിക്കുക, അല്ലെങ്കിൽ 2 പേരെയും കളിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കൂടുതലും ഒരു ഫെഡറിനെ തന്നെ ആയിരിക്കും ദിമിത്രിയസ് ഡയമണ്ടക്കോസിനൊപ്പം ആ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ കളിപ്പിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ജസ്റ്റിനെ ഒരു സെക്കൻഡ് ഹാഫ് പ്ലെയർ എന്ന നിലയിൽ തന്നെ ആയിരിക്കും ഉപയോഗിക്കാനുള്ളൊരു സാധ്യത എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് 2 ഫോറിൻ സെൻറ്റർ ബാക്ക് എന്നുള്ള നിലയിൽ തന്നെ അതാണ് ഒരു സാധ്യത എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ തന്നെ ആദ്യ മത്സരത്തിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ 2 താരങ്ങളും ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ആയിരിക്കും വരിക, ചിലപ്പോൾ ഡൈസുക്കെ ആയിരിക്കും കളിക്കുന്നുണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഫെഡറിനെ തന്നെ ആയിരിക്കും ആ ഒരു നമുക്ക് ആ ഒരു ടീമിലൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്ന നിലയിൽ ഇവാൻ കണക്കാക്കുക എന്നുള്ളത് ആരും തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് ആണ് ഈ ഒരു തരത്തിൽ ഈ ഒരു പ്ലെയറെ ഈ ഒരു പൊസിഷൻ, ഇപ്പം ഫെഡറിനെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ദിമിക്കൊപ്പം കളിപ്പിക്കുക എന്നുള്ളത്. അപ്പം ബേസിക്കലി അദ്ദേഹം വിങ്ങറാണ്, ജസ്റ്റിനെയാണ് ഇവാൻ ആ ഒരു റോളിൽ കളിപ്പിച്ചിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്ന എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന നിലയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമൻസിലും വരിക കാണിക്കും. ഞാനെന്ന് വെച്ചാൽ